സ്വാമി ഈ ഈ മഠത്തിന്റെ സ്വത്ത് എന്തുകൊണ്ട് ഇതിനകത്ത് കണ്ടുമുട്ടുന്നു? എന്താണ് ഈ സ്വത്തിന്റെ ഒരു വിവരം? അത് റോഡ് സൈഡായിട്ട് ഈ സാന്ത്വന ആശ്രമത്തിന് ചുറ്റുമായിട്ട് 215 ഏക്കർ ഭൂമിയുണ്ട് ആശ്രമത്തിന്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഭാരതീപുരം ബ്രാഞ്ചിന് 41 ഏക്കറുണ്ട്. കൊല്ലം കുളത്തൂപ്പുഴ റോഡ് സൈഡാണ്. പിന്നെ കൊട്ടാരക്കര 13 സെൻറ്റുണ്ട് ടൗണിൽ. ഇത് പിന്നെ ഒരു 250 കിലോകളും വെള്ളിയുണ്ട്. പിന്നെ ഒരു 5 കിലോ സ്വർണം വരും എല്ലാം കൂടെ. പിന്നെ വലമ്പിരി ശംഖ് 250 കിലോയോളം വരും. ഉദ്ദേശം 250 കിലോ, ഞാൻ തൂക്കി നോക്കിയിട്ടില്ല. പിന്നെ ഒരു 5 കിലോ സ്വർണം വരും, ഉദ്ദേശമാണ്, തൂക്കി നോക്കിയിട്ടില്ല. രത്നമാലയുണ്ട്. വലമ്പിരി ശംഖ് 3 എണ്ണം ഉണ്ട്. അത് 2 എണ്ണം, 1 സ്വർണം കിട്ടിയതും 2 എണ്ണം സ്വർണം പൊതിഞ്ഞ് നവരത്നങ്ങളൊക്കെ പതിച്ച് നോക്കുകയാണ്. പിന്നെ ഒരു ത്രിശങ്കുണ്ട്, അതും സ്വർണം പൊതിഞ്ഞതാണ് 2 സൈഡും. പിന്നെ ആനക്കൊമ്പുണ്ട്, ഇതെല്ലാം പണ്ടേ ഉള്ളതാണ്. ഇതെല്ലാം കണ്ണു വെച്ചുകൊണ്ടും കോടിക്കണക്കിന് രൂപ ബാങ്കിലുണ്ട് ആശ്രമത്തിൻ്റെ. പിന്നെ എത്രായിരം കോടിയുടെ ഈട്ടി, തേക്ക്, മറ്റ് ആഞ്ഞിലി മരങ്ങളൊക്കെ എൻ്റെ വില മതിക്കാൻ ഒക്കത്തില്ല. ഇതെല്ലാം കൂടെ വിൽക്കണമെന്നുള്ള കോടതിയോട് ചോദിച്ചത് സ്വാഭാവിക വനമായിട്ടിട്ടിരിക്കുകയാണെന്ന് കോടതിയെ ധരിപ്പിച്ചു. എന്നിട്ട് അത് വെട്ടണമെന്നും പറഞ്ഞു അനുവാദവും ചോദിച്ചത്. ഇത് രണ്ടും വലിയ വിരോധാഭാസമാണ്. ഇത് പ്രകൃതി രമണീയമായിട്ട് ഇങ്ങനെ ഇട്ടേക്കുവാണെന്ന് പറയുകയും വനാന്തരീക്ഷത്തിൽ അതേന്ന് മരം മുറിക്കണമെന്ന് പറയുകയും ചെയ്യുന്നു. ഇതെന്തൊരു ലോജിക്കാണെന്ന് എനിക്ക് മനസ്സിലാകത്തില്ല. ബഹുമാനപ്പെട്ട കോടതിയോട് അടുത്താണ് ചോദിച്ചേക്കുന്നത്. ഭാരതീയപുരത്ത് ഇപ്പോൾ ഒരു 1000 മരത്തോളം ഉണ്ട് ലേലം ചെയ്യാനായിട്ട്. അതിൻ്റെ പൈസ മേടിക്കാൻ ഈ മഠാധിപതിക്ക് നല്ല ബോധത്തിലല്ലല്ലോ. 90 വയസ്സായി, അസുഖം കൊണ്ടും മാനസികമായിട്ടുമൊക്കെ അദ്ദേഹത്തിന് ഓർമ്മയൊന്നുമില്ല. ആരും കാണാൻ അനുവദിക്കുന്നില്ല. ചിലരുടെ തടങ്കലിലാണ് മഠാധിപതി. അത് നിങ്ങൾക്ക് ആർക്കും എന്നാലും ബോധ്യപ്പെടാം. ആരെയും കാണാൻ സമ്മതിക്കുന്നില്ല. പുറത്തു നിന്നുള്ള ഭക്തരാരും ആശ്രമത്തിൽ വരുന്നില്ല. അന്നക്ഷേത്രം അവിടെ ഉള്ളവർക്ക് മാത്രമായിട്ട് പരിമിതപ്പെടുത്തി. ആരെങ്കിലും സന്യാസി വരുന്ന താമസിപ്പിക്കുന്നില്ല. അഥവാ വന്ന ഒരു രാത്രി നാളെ രാവിലെ പൊക്കണമെന്ന് പറയും. അത് മഠാധിപതി കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. ചിലർ ഈ സ്വാമിയെ വെച്ചുകൊണ്ട് പുറത്തുള്ള ആൾക്കാർ ചെയ്യിപ്പിക്കുന്നതാണ്. സ്വാമി അവർ പറയുന്നിടത്തല്ല ഒപ്പിട്ട് കൊടുക്കുകയും നിവർത്തിയുള്ളൂ. ആ അവസ്ഥ എന്തൊക്കെ സ്വാമിയെ ട്രാപ്പിലാക്കിയിട്ടുണ്ട് അവർ. അത് ഈ കെ ആർ രാധാകൃഷ്ണനൊക്കെ.